വേദി ദിവസമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും വീഡിയോ കണ്ടല്ലോ. പിന്നെ അധ്യക്ഷ ഭാഷത്തിൽ കേരള ജയന്തി മറ്റു കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 12 കൊല്ലമാണ് 2014 മുതൽ 2026. അത് എനിക്കങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എന്ന് കൃത്യമാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ, സംസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ച സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ധവളപത്രം, 10 കൊല്ലം CPM ഭരിച്ചു കഴിഞ്ഞ് നാടിന്റെ സ്ഥിതി, ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുമ്പോൾ ഇതാണ് ധവളപത്രം. മനസ്സിലാക്കുമ്പോൾ എന്തൊരു വ്യത്യാസമാണ് നരേന്ദ്രമോദിജി ഈ ജനങ്ങൾ കൊടുത്ത അവസരം, അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോയ കഴിഞ്ഞ 12 കൊല്ലവും അതേ ജനാധിപത്യ സംവിധാനത്തിൽ മറ്റു പാർട്ടിക്ക് ഒരു 10 കൊല്ലം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു. ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ MP ആയത് 2006. അപ്പോ 8 കൊല്ലം ഞാനൊരു ഓപ്പോസിഷൻ MP ആയിരുന്നു. 10 കൊല്ലം നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ ട്രഷറി MP ആയിരുന്നു. അപ്പോ നരേന്ദ്രമോദിജി വരുന്ന മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി, നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞ് ഭരിക്കാൻ തുടങ്ങി മാറ്റം കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി, അത് പറയാനും അത് കണ്ടു പറയാൻ എനിക്ക് ഒരു അവകാശമുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ ഞാൻ